വരിക്കശ്ശേരി എന്നാണ്. ഞാൻ താമരശ്ശേരി രൂപതയിലെ കുണ്ടുതോട് ഇടവകയിലെ വികാരിച്ചനാണ്. ഈ ഇടവക 1959 സ്ഥാപിതമായത്. ഏറെ എല്ലാവരും തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലി ചെയ്യുന്നവരാണ്. തെങ്ങ്, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളാണ് ഈ മേഖലയിൽ സമ്പന്നമായിട്ട് വളരുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഈ വർഷം പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. കാരണം ഒരു ഇടവക സമൂഹം ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ. തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മീൻസിൻ്റെ സഭാംഗങ്ങൾ ആഷിച്ചനും ഷെറിനച്ഛനും ഡീക്കൻ ജോൺസണും സോബിൻ ബ്രദറുമൊക്കെ അടങ്ങുന്ന ആ ടീം വളരെ മനോഹരമായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ ദൈവിക ചൈതന്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമെടുത്താൽ അവരൊക്കെ വചനങ്ങൾ വായിക്കാൻ, വചനം എഴുതാനായിട്ടുള്ള വലിയൊരു കൃപ അവർക്ക് ലഭിച്ചതായിട്ട് കാണുവാൻ സാധിച്ചു. യുവജനങ്ങളും മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിലാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം അനുഭവപ്പെടുക. പള്ളിയിൽ വരാത്ത കുറേ പേരൊക്കെ അക്രൈസ്തവരായവർ അവരൊക്കെ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങളേറെ അനുഗ്രഹത്തോടെ നോക്കിക്കാണുന്ന ഈ നിമിഷങ്ങൾ അത് ഞങ്ങൾ പനക്കിലെ തോമസ് അച്ഛനെയും അവരുടെ നേതൃത്വമുള്ള ടീമിനെയും ഞങ്ങളേറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അവർ എടുക്കുന്ന ത്യാഗങ്ങൾ, അവർ ശുശ്രൂഷയുടെ വൈവിധ്യങ്ങൾ, അവയെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സൂക്ഷിക്കുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഞാനൊരു വ്യക്തിയെ ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അത് തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തെരുവിൽ സുവിശേഷം പ്രസംഗിക്കാൻ നമ്മുടെ കൂടെ അധികം ആളുകളൊന്നും പോകുകയില്ല. എനിക്ക് പോകണമെന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ചൊരു മടി കൊണ്ടാണ് ഞാൻ പോകാത്തത്. പക്ഷെ തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന 100-ലധികം സഹോദരന്മാർ നമ്മുടെ താമരശ്ശേരി രൂപതയിലുണ്ട്. ഹല്ലേലൂയ. എനിക്കെപ്പോഴും അഭിമാനവും സന്തോഷവും അവരെ ഓർത്ത്. അങ്ങനെ തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടി. ആ സഹോദരന് എന്നോട് എനിക്ക് അത്ഭുതം അല്ലേ, തെരുവിൽ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഒരു ഇച്ഛാശക്തി, ഒരു ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അതിനൊരു പ്രത്യേക കരുത്ത് തന്നെ ആവശ്യമാണ്. അങ്ങനെ തരൂ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, വളരെ നല്ല കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഈ ഊർജം കിട്ടി, ഈ ധൈര്യം കിട്ടി, അല്ലെങ്കിൽ ഈ സമർപ്പണ ബോധ്യം എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു ഷാപ്പ് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഷാപ്പിലേക്ക് കൊടുക്കുന്നത്. എനിക്ക് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ഒരു 12-13 വയസ്സായപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ കപ്പ ഉണ്ടാക്കി തരും, ഇറച്ചി ഉണ്ടാക്കി തരും, അവിടെ കൊടുക്കാൻ പറയും. അങ്ങനെ ഞാൻ കൊടുക്കും. അവിടെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചേർത്ത് നിർത്തിയിട്ട് പറയും, കുറച്ച് കുടിച്ചോ എന്ന് പറയും. ഒരു തുള്ളി, ഒരു കവിള്, 2 കവിള്. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയില്ല. എനിക്ക് എഴുതാൻ സാധിച്ചില്ല. ഞാൻ മദ്യപാനിയായി തീർന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് പഠനമില്ല. തികഞ്ഞ മദ്യപാനിയായി. അതുപോലെയുള്ള പാപങ്ങളിൽ പെട്ടുപോയി. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങളും ഉണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്നതിനോ വേദപാഠത്തിന് പഠിപ്പിക്കാൻ വിടുന്നതിനോ ഒന്നും എല്ലാം ഭാര്യയായിരുന്നു. ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് സമ്പത്തൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളെല്ലാം ക്ഷയിച്ചു പോയി. ഞങ്ങൾ വാടക വീട്ടിലായി. അവൾ തൊഴിലുറപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയി പോയി പണിയെടുത്തിട്ടാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു ധ്യാന കേന്ദ്രത്തിന് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു വചനം ഞാൻ കേട്ടു. അത് പ്രഭാഷകന്റെ പുസ്തകം 6ാം അധ്യായം 2 മുതലുള്ള വചനങ്ങളായിരുന്നു. അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ്. അത് നിന്നെ കുത്തിമലർത്തും. നിന്റെ ഇലകൾ
തിന്നു നശിപ്പിക്കും, ഫലങ്ങൾ ചവിട്ടിമെതിക്കും, നീ ഒരു ഉണക്കമരമായി തീരും, നീ അപഹാസ്യനാകും. ഈ വചനം കേട്ടതോടുകൂടി എനിക്കൊരു ഇടിമിന്നൽ പോലെ ആ വചനം എന്നിലേക്ക് കടന്നു വരിക. ഞാൻ ആ വചനം എന്നെ മാറ്റിമറിക്കുകയാണ്. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ധ്യാനം കൂടാൻ പോയി. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയല്ലേ, അതെന്നെ കുത്തി മലർത്തിയല്ലോ. ഞാൻ ഇന്ന് എന്നെ കുത്തി മലർത്തി. ഈ മദ്യപാനം അതുപോലെയുള്ള ഈ ജഡികമായ അഭിലാഷങ്ങൾ എനിക്കുണ്ട്, അതെന്നെ കുത്തി മലർത്തി. എൻ്റെ ഈ ഇലകൾ അത് തിന്നു. എനിക്കുണ്ടായ പണമെല്ലാം അത് തീർന്നുപോയി. ഫലങ്ങൾ ചവിട്ടിമെതിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അതെല്ലാം അവർ ചവിട്ടിമെതിച്ചു. ഞാൻ ഒരു ഉണക്കമരമായി തീർന്നു. ഞാൻ മെലിഞ്ഞ് എൻ്റെ ആരോഗ്യം നശിച്ച് ഞാനൊരു ഉണക്കമരം പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യൻ. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും എന്നെ കാണുമ്പോൾ മദ്യപാനി എന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി. എനിക്ക് കൂടുതൽ ഊർജം ലഭിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഒരിക്കലും ഈ പഴയ ജീവിത രീതിയിൽ പഴയ മനുഷ്യനെ ഞാൻ ദൂരെ എറിയും. ഇനി ഞാൻ മദ്യപിക്കുകയില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് പഴയ മനുഷ്യനെ അദ്ദേഹം ദൂരെ എറിയുമെന്ന് തീരുമാനിച്ചതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ അനുഭവിച്ച എൻ്റെ യേശുവിനെ ഞാൻ പ്രസംഗിക്കും. അതുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളായി ഞാൻ മാറും. ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് തെരുവിൽ സുവിശേഷം പ്രസംഗിക്കും. പുതിയ മനുഷ്യനെ ഞാൻ ധരിച്ചു അദ്ദേഹം പുതിയ മനുഷ്യനെ. അത്ഭുതത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, എൻ്റെ എല്ലാം ഞാൻ വാടക വീട്ടിൽ എനിക്ക് സ്ഥലമെല്ലാം ഞാൻ കളഞ്ഞിരുന്നു. എൻ്റെ സുവിശേഷ പ്രഘോഷണം കണ്ടിട്ട് എൻ്റെ ഈ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നവർ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം ആരോടോ പറഞ്ഞിട്ട് എനിക്ക് തന്നു. എല്ലാവരും കൂടി എനിക്കൊരു വീടുണ്ടാക്കി തന്നു. മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ അവരെടുത്തു. ഞാൻ സുവിശേഷം പ്രസംഗിക്കും, പക്ഷേ ഇന്ന് എനിക്ക് സമൃദ്ധിയായി. എനിക്ക് കുട്ടികളെല്ലാം നല്ല ജോലിയിലേക്ക് എത്തി, എല്ലാം എനിക്ക് നൽകി. ഇന്ന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിതനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ, ഈ മനോഹരമായ ദിവസങ്ങളുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഴയ മനുഷ്യനെ ദൂരെ എറിയാം, ഒപ്പം പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യാം. നല്ല നല്ല തീരുമാനങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് എടുക്കണം. കുരിശിൻ ചൂട്ടിൽ അമ്മയുണ്ട്. അമ്മയോട് ചേർന്ന് നമുക്കെപ്പോഴും ശക്തിയോടുകൂടി അമ്മയുടെ സ്നേഹം നമുക്കുണ്ടായിരിക്കും. അമ്മയില്ലാത്തൊരു സഭയില്ല, അമ്മയില്ലാത്തൊരു ജീവിതം നമുക്കില്ല. നമ്മൾ ഏത് തീരുമാനങ്ങളും എടുത്താലും അതിന് കരുത്ത് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് ആവശ്യമാണ്. ആ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും തീഷ്ണതയോടുകൂടി നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലായിരുന്ന പ്രിയപ്പെട്ട പോപ്പുലർ മിഷൻ ടീം അംഗങ്ങൾ, ജോജോ ചോപ്രയോട് എല്ലാവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വികാരിയച്ഛനും കൈക്കാരന്മാരും നിങ്ങൾ ഓരോരുത്തരും ഇതിലെല്ലാം സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നതിനുമായ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരോടൊപ്പം കൃതജ്ഞതയുടെ കീർത്തനങ്ങൾ ഞങ്ങൾ ഒന്ന് ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ, ഈ ജനത്തിൻ്റെ മേൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം സെഹിയോൻ ശാലയിലായിരുന്നപ്പോൾ ആത്മാവിനെ വർഷിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാവരുടെ മേലും ആത്മാവിനെ വർഷിച്ച് ശക്തിപ്പെടുത്തണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എവിടെ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, സഹായത്തിന് വരണമേ. നിന്റെ കാൽ വഴുതാൻ അനുവദിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. കർത്താവേ, ഉറങ്ങരുതേ, മയങ്ങരുതേ, അങ്ങ് കൂടെ ആയിരിക്കണമേ. കാൽ വഴുതാൻ അനുവദിക്കരുതേ. അവിടുത്തെ കൃപ കൊണ്ട് ഈ മക്കളെല്ലാവരെയും നിറയ്ക്കണമേ. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഇവരുടെ ഭവനങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, നിയോഗങ്ങൾ, ദൂരസ്ഥരും സമീപസ്ഥരുമായിട്ട് എല്ലാവരും, പ്രിയപ്പെട്ടവരെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മകളുടെ ശക്തികളും അന്ധകാര ശക്തികളും ബന്ധിക്കപ്പെടട്ടെ. നിത്യനരകാഗ്നിയിലേക്ക് പോകട്ടെ. കൃപ കൊണ്ട് നിറയപ്പെടട്ടെ.
നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നാരകീയ ശക്തികളെല്ലാം നിത്യനരകാഗ്നിയിലേക്ക് പോകട്ടെ, ബന്ധിക്കപ്പെടട്ടെ, അവിടുത്തെ കൃപയാൽ നിറയപ്പെടട്ടെ. അമ്മേ, മാതാവേ, ഈ പ്രിയപ്പെട്ട മക്കളോടുകൂടി ആയിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എല്ലാ സമയവും എന്നേക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവഗാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥായ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. പ്രിയപ്പെട്ടവരെ, കൈകൂപ്പി പിടിച്ചെന്നെ നോക്കിക്കേ. നടപടി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം. പന്തക്കുസ്ത രാത്രി ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹം, അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നാം വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യം ഇതാണ്. പരിശുദ്ധ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഈ ദിനങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ മണിക്കൂറിലും ആ അമ്മ നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലുണ്ട്, ദൈവത്തിരുമുമ്പിലുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ധ്യാനത്തിലൂടെ കിട്ടിയ അരൂപിയിൽ, ചൈതന്യത്തിൽ എന്നും മുന്നോട്ട് ജീവിക്കാൻ വേണ്ട ശക്തി നമുക്ക് കിട്ടാൻ, ആത്മാവ് നമ്മിൽ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം നമുക്ക് കിട്ടാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്, ദൈവത്തിരുമുമ്പിലുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് കൈകളൊന്ന് തുറന്നു പിടിച്ചോ, യാചനയോട് തുറന്നു പിടിച്ചോ. പരിശുദ്ധ അമ്മയോട്, അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പ്രാപിക്കാൻ, വിശുദ്ധ കൂദാശകളിലൂടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവ്, ആത്മാവിൻ്റെ കൃപകൾ ഞങ്ങളിൽ ഒന്നുകൂടി ഉണരാൻ, ഉജ്ജ്വലിക്കാൻ, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് നിമിഷങ്ങളിൽ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥിക്കണേ. മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നിത്യസഹായനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. യേശുവിൻ്റെ നാമം ആവർത്തിച്ച് വിളിച്ച് നിങ്ങൾക്ക് സ്തുതിക്കാം. ദൈവമേ നന്ദി, സ്തുതി ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കാം. ആത്മാവിൻ്റെ നിറവിനായി ദൈവത്തെ സ്തുതിക്കാം. ഇനി ഭാഷാവരത്തോടെയൊക്കെ അന്യഭാഷയിലൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ കൃപയുള്ള ധാരാളം മക്കൾ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾ ആ കൃപയോടെ തന്നെ ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും പോലെ നമ്മുടെ നാവ് ചലിക്കട്ടെ, അധരങ്ങൾ ചലിക്കട്ടെ. കൈകൾ ഉയർത്തിപ്പിടിക്കാം, തുറന്നു പിടിക്കാം. സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പം തീ പോലെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ ശക്തി കാറ്റായി നമ്മിൽ വീശണം. 1-2 മിനിറ്റുകൾ സ്വരമുയരണം. ഒരു 5-8 പേർക്ക് കേൾക്കാവുന്ന സ്വരം ഓരോരുത്തരും ഒന്ന് ചേർന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിക്കണം. നിങ്ങളാണ് സ്തുതിക്കേണ്ടത്. ഈ സ്വരം പോരാ, പോരാ, പോരാ. ഹൃദയം തുറക്കുക, സ്വരമുയർത്തുക. എല്ലാവരും ദൈവത്തിൻ്റെ ശക്തി നിറയാൻ സ്വരം ഇനിയും ഉയരണം. ഈ സ്വരം പോരാ, ഹൃദയം തുറക്കണം. പോരാ, 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 പോരാ. സ്വരം ഉയരട്ടെ. 5-8 പേർക്ക് കേൾക്കാവുന്നൊരു സ്വരം ഉയർത്തിക്കേ. യേശുവേ എന്ന് വിളിച്ചോ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചോ. അധരങ്ങൾ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും പോലെ ചലിക്കട്ടെ.
ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കൂ. ആത്മാവിന്റെ കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ. ദൈവാത്മാവ് ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലയായി എല്ലാ മക്കളിലും വന്ന് നിറയട്ടെ. ദൈവകൃപ ഒഴുകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കൂ, നിർത്താതെ സ്തുതിക്കൂ, നിർത്താതെ സ്തുതിക്കൂ. ഇനിയും ഉച്ചത്തിൽ സ്തുതിക്കൂ, ശക്തിയോടെ സ്തുതിക്കൂ. സ്വരമുയരണം, പോരാ പോരാ, സ്വരമുയരണം, പോരാ, സ്വരമുയരണം, പോരാ, സ്വരമുയരണം, സ്വരമുയരണം. ഹൃദയം തുറന്ന് സ്തുതിക്കൂ. ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വലിയ വിശുദ്ധീകരണത്തിന്റെ കൃപകൾ നിറയട്ടെ, നിറയട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ദൈവമേ, പൗരോഹിത്യ അധികാരത്തിൽ നിന്റെ പ്രിയ അഭിഷിക്തരെ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളിൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. വിശുദ്ധ കൂദാശകളിലൂടെ, ഈ ദിവസങ്ങൾ തിരുവചനങ്ങളിലൂടെ ഈ മക്കൾ സ്വീകരിച്ച ദൈവാത്മാവിന്റെ അഭിഷേകം ആളിക്കത്തട്ടെ, കത്തിപ്പടരട്ടെ, പടരട്ടെ, പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു. പാടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, പാടാം. ആത്മാവാം ദൈവമേ വരണേ, എല്ലാവരും എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്ന്, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പാടാം. ദാഹിച്ച്, സ്വർഗം തുറന്ന്, ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ഇരു കൈകളും ശിരസിലൊന്ന് കമിഴ്ത്തി വെക്കുക. ഇങ്ങനെ ഇരു കൈകളും ശിരസിലൊന്ന് കമിഴ്ത്തി വെക്കൂ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ശിരസ് തൊട്ട് നിങ്ങളുടെ ഉള്ളം കാല് വരെ ദൈവത്തിൻ്റെ ശക്തി നേരത്ത് വ്യാപരിക്കണം. അത് വലിയ സൗഖ്യമായി, കൃപയായി, അഭിഷേകമായി, വിശുദ്ധീകരണമായി നിങ്ങളിൽ നിറയണം. പാപബന്ധനങ്ങൾ അഴിഞ്ഞു വീഴണം. നിങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കാൻ വേണ്ട ശക്തി ഈ നേരത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണം. ദൈവസ്നേഹത്തിന്റെ പുതിയ അഭിഷേകം കൊണ്ട് ഈ നേരത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളു നിറയണം. മനസ്സിൽ ഇനിയും ഏതെങ്കിലും ഭാരങ്ങൾ, നൊമ്പരങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിമിഷം അതെല്ലാം മാറിപ്പോകണം. ഒരിക്കൽ കൂടി ആത്മാവാം ദൈവമേ സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ച് നിന്നെ ഞാൻ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ എന്റെ വരണേ, ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് കൈ കോർത്തു പിടിക്കണം. ഇടത്തും വലത്തുമുള്ളവരൊന്ന് കൈ കോർത്തു പിടിച്ചു. ഈ കോർത്തു പിടിച്ച കൈകൾ നിങ്ങളുടെ സ്നേഹത്തിന്റെ, നിങ്ങളുടെ ഐക്യത്തിന്റെ അടയാളമാണ്, പ്രതീകമാണ്. പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട കൃപ നമുക്ക് തരുന്നത്. ഒരേ മനസ്സോടെ ജീവിക്കാൻ ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. ഈശോ ഇടവകയാകുന്ന വലിയ കുടുംബം, ഞങ്ങൾ ഇവിടെ ഈ ചാപ്പൻ തോട്ടം, ഞങ്ങൾ ഈ കുന്നിന് മുകളിൽ പിറ്റി ചാക്കോ നഗർ ഇടവകയിൽ കഴിയുമ്പം സ്നേഹത്തോടെ, ഒരുമയോടെ, യോജിപ്പോടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വികാരി അച്ഛനോട് ചേർന്ന് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ വേണ്ട കൃപയും ശക്തിയും ആത്മാവേ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ,
ഞങ്ങളുടെ ഇടവകയ്ക്ക് ഇനിയും വലിയ ആത്മീയ ഉണർവ് തന്ന് ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ഒന്നുകൂടി പാടാം. ആത്മാവാം ദൈവമേ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവാം ദൈവമേ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൂടി ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൈകൂപ്പി പിടിക്കുന്നു, കൈകൂപ്പി പിടിക്കുന്നു. സഹോദരങ്ങളെ, ആരാധനയുടെ അവസാന നിമിഷങ്ങളാണ്. ഈശോ നിങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി വരുന്നു. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികളൊഴിയും അഭിഷേകം നിറയും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികളൊഴിയും അഭിഷേകം നിറയും. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ബന്ധുവാകും നാഥനെ ആരാധിക്കുമ്പോൾ. ശിരസ്സു നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക്. ശിരസ്സു നമിച്ച് ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് തോമസ്. താമരശ്ശേരി രൂപതയിലെ കുണ്ടുതോട് ഇടവകയിലെ കൈക്കാരനാണ് ഞാൻ. ഇത് തോമാച്ചൻ, ഇത് റെക്സ്, ഇത് ഷെറിൻ. ഞങ്ങൾ 4 കൈക്കാരന്മാരാണ്. 1992 ശേഷം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ധ്യാനം ഇവിടെ രണ്ടാമത് വരാൻ സാഹചര്യം ഉണ്ടായത്. ഈ കുണ്ടുതോട് ഇടവകയിലെ 279 കുടുംബത്തിലും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തു. അച്ഛനും ഞങ്ങൾക്ക് കുർബാനയുടെ പ്രാധാന്യം, അനുദിന ജീവിതത്തിലെ കുർബാനയുടെ ഒപ്പം സഞ്ചരിക്കേണ്ട ഒരു ആവശ്യകതകൾ അത് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ കുർബാനയോട് കൂടുതൽ കുർബാനയിൽ പങ്കെടുക്കാനും ഇന്ന് നിത്യം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനും സജീവമായി പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ അമ്പാട്ടുപറമ്പിൽ. ഞാൻ കുണ്ടുതോട് ഇടവകയിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. കുണ്ടുതോട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മീയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഒരു ആത്മീയമായ ഉണർവ് ഞങ്ങളുടെ ഇടവകയ്ക്ക് ലഭിക്കുവാനായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സഹായിച്ചു. പണ്ട് പോപ്പുലർ മിഷൻ ധ്യാനം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ജനങ്ങൾ മുഴുക്കെ, അതായത് പോപ്പുലർ മിഷൻ ധ്യാനം എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കിയൊരു ധ്യാനമായിരുന്നു ഇത്. അതായത് കുട്ടികളെ തൊട്ട് അനേകായിരം മക്കൾ, അനേകായിരം കുടുംബത്തിൽ നിന്നുള്ള എല്ലാ മക്കളും
എല്ലാവരും വന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക്, അതായത് ഈ നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. തോമസ് താമരശ്ശേരി എൻ്റെ വീട്. പിന്നെ ഇവിടെ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5 ദിവസമായിട്ട് വളരെ നല്ലൊരു ധ്യാനമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ട്. കുറേയേറെ വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരു മേഖലയാണിത്. അപ്പോൾ ഇവർ ധ്യാനം കൂടി ഒരു 5 ദിവസമായപ്പോഴത്തേനും എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ടായി. അതുതന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ കൂടുതലൊരു വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആൾക്കാരുടെയും സജീവ സഹകരണങ്ങൾ ഇപ്പോഴും തന്നെ ഉണ്ടായിരിക്കണമെന്ന് 100% ആൾക്കാരോട് ഇതിൽ പങ്കെടുത്തു. എൻ്റെ പേര് അജേഷ്. ഞാൻ ചാപ്പന്തോട്ടം സെൻറ്റ് ജോസഫ് ഇടവകയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു യുവജനമാണ്. ഞങ്ങളുടെ ഇടവകയിലായിരുന്നു ഈ ദിവസങ്ങളിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. വളരെ നന്നായി. ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ധ്യാനം ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല. യുവജനങ്ങൾക്ക് ഈ ധ്യാനം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. കാരണം വഴിതെറ്റിപ്പോകുന്നൊരു തലമുറയ്ക്ക് ഇങ്ങനത്തെ ഒരു ധ്യാനം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഓരോ ശുശ്രൂഷകൾ ഒരു വഴിത്തിരിവിലേക്ക് തന്നെ തെളിക്കും. നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന ഒരുപാട് ശുശ്രൂഷകൾ ഇതിലുണ്ട്. അപ്പോൾ ഇനിയും എല്ലാ ഇടവകളിലും ഇതുപോലുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ആനി. ഞാൻ +2 കഴിഞ്ഞിരിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് ചാപ്പന്തോട്ടത്തിലെ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. 5 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ നൽകിയൊരു ധ്യാനമായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നന്നായിട്ട് ധ്യാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. പിന്നെ ഈ ധ്യാനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മാമോദിസ നവീകരണം തന്നെയായിരുന്നു. തിരി തെളിയിച്ചുള്ള രാത്രിയിലെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവം തന്നെയായിരുന്നു.